ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാം കേട്ടോ ഗൈസ്. ഇന്ന് ഞാനും മാളുട്ടി മാത്രമല്ല, അമ്മൂസൂടിയും കൂടെ ഉണ്ട്. ഞങ്ങൾ ഇന്നും ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ അപ്പൂസ് സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ച കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷിബിന ടീച്ചറെ കണ്ടു. ടീച്ചർക്ക് അവിടെ പട്ടിക്കാട് സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നായിരുന്നു. അങ്ങനെ ടീച്ചറോട് കുറച്ച് കുശലം അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പെരുന്തമണ്ണ വന്നിറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ പോയത് ഗൈസ് അറ്റ്ലസിലേക്കാണ്. ഇന്ന് അമ്മൂസിന് ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിംഗാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഡ്രസ്സിന് പകരം ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഒക്കെ ബാഗ്, കൊട, അങ്ങനെ സ്കൂൾ ഐറ്റംസ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇത് സംഭവം എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ മെഗാ സൂപ്പർ സെയിൽ നടക്കുകയാണെന്ന്. കാര്യം പറഞ്ഞാൽ ഗൈസ്, ഞങ്ങൾക്ക് കാല് കുത്താൻ സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല, കാരണം അത്രമാത്രം തിരക്ക്. അപ്പോൾ എന്താ അത്ര തിരക്ക് എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എല്ലാതും സ്കൂൾ ഐറ്റംസിന് കേട്ടോ, ഡ്രസ്സിനല്ല കേട്ടോ ഗൈസ്, സ്കൂൾ ഐറ്റംസിന് എല്ലാത്തിനും 50% ഓഫറാണ് അവിടെ. സ്കൂൾ ഐറ്റംസ് ആയ കൊട, ബാഗ്, പുസ്തകം, അങ്ങനെ എല്ലാതും. ഞങ്ങൾ എന്താണ് താഴെ നടക്കുന്നതിന് മുകളിൽ വന്ന് ചേച്ചിനോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായത്. അത്രമാത്രം ഓഫറുണ്ട് ഗൈസ്, വേഗം പോന്നോളൂ കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ കാര്യപരിപാടിയിലേക്ക് കടന്നു. അമ്മൂസ് ജീൻസൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. മാൾട്ടീൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുട്ടിനെ നോക്കണമെന്ന്. അത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണെങ്കിലും ഒന്ന് സോപ്പിട്ട് നിർത്തിയപ്പോൾ മാളൂസ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മിറർ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആത്മാവെന്താണ്, എവിടെ മിറർ കണ്ടോ അവിടുന്ന് ഫോട്ടോ എടുക്കണം, അത് എൻ്റെ ഒരു ശീലമായിപ്പോയി ഗൈസ്. പിന്നെ അരമണിക്കൂറോളം ഞങ്ങൾ കാത്തുനിന്ന് ഗൈസ്. അത്രയും തിരക്കായതുകൊണ്ട് അരമണിക്കൂറോളം നിന്നിട്ട് ഞങ്ങൾക്ക് ബില്ല് കിട്ടിയത്. എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. കുട്ടികൾക്കൊക്കെ നന്നായി വിശക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിലും നല്ല മഴ പെയ്താലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ വേഗം സ്റ്റാൻഡിലേക്ക് പോയി ബസ്സിൽ കയറിയതിന് ശേഷമാണ് നല്ല മഴ പെയ്തിട്ട്. എന്തോ ഒരു ദൈവഭയം കൊണ്ട് ഞങ്ങളതിൽ കയറിയതിന് ശേഷം മഴ പെയ്ത്. നല്ല മഴ, റോഡ് പോലും കാണാൻ പറ്റാത്ത മഴ. മാളൊക്കെ ആകെ വിശന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പകുതി വഴി എത്തിയിട്ട് മഴയൊക്കെ പോയതപ്പോൾ ഒരു ഹോട്ടലിൽ കയറി, ബ്രദേഴ്സിൽ കയറിയിട്ട് നല്ല ഒരു ഫുൾ മന്തി, നല്ല അൽഫാമും കഴിച്ചു, ഒരു ജ്യൂസും കഴിച്ചു കേട്ടോ. എല്ലാ കുട്ടികളെല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ തേജുട്ടിനോട് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ നല്ല സൂപ്പറാന്നുള്ള എക്സ്പ്രഷനാണ് അവനെ കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.